എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ട കൊണ്ടുള്ള ഉപ്പുമാവാണ്. അതിന് ഞാൻ 2 ഗ്ലാസ് അരി എടുത്ത് കുത്തിരിയാണ്, അതെടുത്ത് കുതിർത്ത് അരച്ച് നിങ്ങൾ തേങ്ങയും ജീരകവും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് അരച്ച് ആവി വേവിച്ചതാണ്, ഇതെടുത്തതാണ്. ഇനി ഇത് നമ്മൾ പൊടി ചേർക്കണം. ഇതിന് എനിക്ക് എന്നിട്ട് ഇത് കടുക് വറുത്തിട്ടുണ്ട്. കടുക് വറുക്കാൻ ഞാൻ ഒരു ചെറിയ ഇതെടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, 3-4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പച്ചമുളക്, ഏറ്റവും ചെറിയ പച്ചമുളക് നോക്കി 2-3 പച്ചമുളക്, 2 വറ്റൽമുളക്, അതിനാവശ്യത്തിന് കരിയാപ്പില. ഇനി ഇത് ഞാൻ പൊടിച്ച് വേണം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ. ഞാനിതിന് കടുക് വറുക്കാൻ പോവുകയാണ്. ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കടുകിട്ട് കൊച്ചുള്ളി പൊട്ടിച്ചതാണ് മാത്രമൊക്കെ കടയിനകത്ത് അരിഞ്ഞ് വെച്ചിട്ട് സവാളയും പച്ചമുളകും കൂടെ കരിയാപ്പിലൂടെ അതിലാണ് മഴന്ന് വരുമ്പോൾ അതിലോട്ട് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന കൊഴുക്കട്ടയുടെ ഉപ്പുമാവ് ആക്കാനുള്ള കൊഴുക്കട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടണം. ഇത് വഴന്നൊക്കെയാണ്. ഇനി ഇതിനകത്തോട്ട് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട അങ്ങോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അത് തേങ്ങയും ജീരകവും എല്ലാം ചേർത്ത് ഉപ്പും കൂടെ ചേർത്താണ് അരച്ച് കൊഴുക്കട്ടയ്ക്ക് എടുത്തത്. കുറച്ച് തേങ്ങയുടെ ഞാൻ അതിലോട്ട് ഇടുകയാണ്. അങ്ങനെ കൊഴുക്കട്ട ഉപ്പുമാവ് റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. രാവിലത്തേക്കും വൈകിട്ടത്തേക്കും എപ്പോൾ വേണേലും ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടാണ് കടുക് വറുക്കുക. ഞാൻ ഉഴുന്ന് പരിപ്പൊന്നും ഇട്ടിട്ട് അല്ലാതാണ് ഇത് കടുക് വറുത്തെടുത്തിരിക്കുന്നത്. അങ്ങനെ കൊഴുക്കട്ട ഉപ്പുമാവ് റെഡി.